എന്താ കുഴപ്പം? ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി ഓരോ കഥകളായിട്ട് വന്നോളൂ. പുതുമഴയായി വന്നു നീ പുളകം കൊണ്ട് പൊതിഞ്ഞു നീ. ചേച്ചി ചേച്ചി വേറെ എണ്ണിച്ചില്ലേ? ഇല്ല. ചേച്ചി വിറയ്ക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ചേച്ചി പനി വല്ലതും ഉണ്ടോ? ഇല്ല പാറു. ലച്ചു உனக்கு உடம்பு முடியலையா? കുഴപ്പമൊന്നുമില്ല ആന്റി. കാച്ചലെല്ലാം ഇല്ലേ? നല്ല വിറയലുണ്ട്. വിറയ്ക്കുന്നൊന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഉനക്ക് ചൂടാനാ കട്ടൻ ചായ എടുക്കട്ടാ? നല്ലൊരു തീരുമാനമായിരിക്കും അത്. നല്ല ചൂടുള്ള എന്തെങ്കിലും കുടിക്കാൻ തരുമോ? ഓ ഇപ്പവേ കൊണ്ടുതരാം. ചേച്ചി നല്ല പാറമടയിൽ വന്നതിന് ശേഷം ഞങ്ങളുടെ അടുത്തൊന്നും മിണ്ടിയില്ലല്ലോ. ഞാൻ കഥ അടച്ചു ഇരിക്കുവായിരുന്നല്ലോ. അത് പിന്നെ മനുഷ്യന് കിടന്ന് ഉറങ്ങണ്ടേ? ഉറങ്ങുമായിരുന്നാ? എണീറ്റില്ലേ ഇതുവരെ? അടുക്കളയിലോട്ടൊന്നും കണ്ടില്ലല്ലോ. ഭയങ്കര ശരീരം വേദനയും ക്ഷീണവും. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വരാം. നന്നായിട്ട് വിറയ്ക്കുന്നുണ്ട്. വിറയ്ക്കുന്നുണ്ടോ? അതിപ്പോ ഇപ്പൊ തണുപ്പൊക്കെ അല്ലേ അമ്മമ്മേ, അതിന്റെയാ. പിന്നെ ഇന്നലെ അവിടെ കുറെ നേരം നിന്ന് മഞ്ഞൊക്കെ കൊണ്ടതല്ലേ. അത് നീ ഒരുപാട് നേരം ഒന്നും അവിടെ നിന്നില്ലല്ലോ. കൂടെ പോയി കഴിഞ്ഞാൽ 15 മിനിറ്റ്. എന്തൊക്കെ ഡയലോഗ്! ഒരു മണിക്കൂർ നിക്കേച്ചി, 1.5 മണിക്കൂർ ഞാൻ നിക്കും. നീ എണ്ണി വെച്ചോളെ. എങ്ങനെ ഇരിക്കുന്നു? 1/2 മണിക്കൂർ നിന്നാ മതിയായിരുന്നു. 15 മിനിറ്റ്. എടാ ഞാൻ എന്തായാലും അവിടെ പോയില്ലേ. ഞാൻ അവിടെ പോയി 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ബോറടിച്ച്. അപ്പൊ ഞാൻ തിരിച്ചിങ്ങ് വന്നു. എന്നാലും ചേച്ചിയുടെ ധൈര്യം സമ്മതിക്കണം. അവിടുന്ന് വന്നപ്പോ നല്ലപോലെ വിയർത്തായിരുന്നു. പിന്നെ നീ അധികം സംസാരിച്ചതും ഇല്ല. അത് പിന്നെ ചൂടല്ലേ, അപ്പൊ ചൂട് കാരണം വേർക്കൂലേ മനുഷ്യൻ. ചേച്ചി എന്നല്ലേ ഇപ്പൊ നാക്കെടുത്ത് അങ്ങോട്ട് വളച്ചത്. ഭയങ്കര തണുപ്പായിരുന്നു. എടാ അവിടെ എത്തിയപ്പോ തണുപ്പുണ്ടായിരുന്നു, അവിടെ നിൽക്കുമ്പോഴും തണുപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഇവിടെ വരെ എത്തുമ്പോ ആ ഗ്യാപ്പിന് ശരീരമൊക്കെ ഹീറ്റ് ആവുമല്ലോ. അപ്പൊ നമ്മൾ വേർക്കുമല്ലോ. പിന്നെ അത്രയും കിലോമീറ്റർ ഉണ്ടല്ലോ, കുറെ നടക്കുമ്പോ നമ്മള് വേർക്കാമ്മ. ശരിയാണ്. പിന്നെ ചേച്ചി ബെറ്റ് ഇപ്പോഴും വാലിഡാണ്. കാരണം 1 മണിക്കൂർ എന്ന് പറഞ്ഞ് മുതലാളി ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ടേ 15 മിനിറ്റ് അവിടെ നിന്നുള്ളൂ. അതുകൊണ്ട് ചേച്ചി എപ്പോ പോയി 1 മണിക്കൂർ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നോ അപ്പൊ 500 കൊടുത്ത് കൈ തരും. അതെ ഓൺലേ 500 രൂപ കിട്ടുന്ന കേസാണ്. എനിക്ക് വേണ്ട തന്റെ 500 രൂപ. ലച്ചു കട്ടൻ ചായ. ചേച്ചി ചേച്ചിയുടെ കൈ നന്നായിട്ട് വിറയ്ക്കുന്നുണ്ടല്ലോ. അതെനിക്ക് ഇടയ്ക്ക് ഇതേപോലെ വിറയിലൊക്കെ വരും. ചേച്ചി പാറമട പോയി നിന്നപ്പോ ചേച്ചി പേടി തോന്നിയായിരുന്ന? പേടിയാ? എന്ത് പേടി? അവിടെ മരപ്പെട്ടിയും കാട്ടുപൂച്ചയൊക്കെ ഉണ്ട്. എല്ലാത്തിനെയും കണ്ട് പേടിച്ചായിരുന്നോ നീ? അതിന് മരപ്പട്ടിനെയും കാട്ടുപൂച്ചനെയൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നല്ലോ, ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടല്ലോ. അതുങ്ങളൊക്കെ എന്തിനാ പേടിക്കണം? ഇന്നലെ കണ്ടായിരുന്നേ കാണായിരുന്നു. അതിങ്ങനെ കടിച്ചു കീറിട്ട് പോയാല്. കാട്ടുപൂച്ച മരപ്പട്ടിയൊക്കെ ചേച്ചിയെ കണ്ടിട്ട് പേടിച്ചോടിക്കാണും. അതെ, എല്ലാം കൂടെ ചുറ്റി നിന്ന് ചൊറിയാണ്ട് പോകുന്നുണ്ടോ? லெச்சு எங்க ஊர்ல செல்வண்ணா சொல்லிட்டு ஒரு அண்ணா இருந்தாரு. அவர் ரொம்ப தைரியசாலி. அவரோட தைரியம் பார்த்துட்டு அவரோட ஃப்ரெண்ட் என்ன சொன்னாருன்னா, പ്രേതകഥയാണോ? பிரேதம் எல்லாம் இல்ல, கேட்டு பாரு, ரொம்ப அருமையா இருக்கும். அப்புறம் அவரோட ஃப்ரெண்ட் என்ன சொன்னாருன்னா, உனக்கு அவ்வளோ தைரியம்னா நீ ஒண்ணு செய்,
நீ போய் சுடுகாட்டுல நட்ட ராத்திரி 12 மணிக்கு போய் சாம்பல் எடுத்துட்டு வரணும். இவருக்கு ரொம்ப தைரியம் தானே. இவரு சொன்னாரு அதுக்கு என்ன, நான் போய் எடுத்துட்டு வரேன்னு. இவர் அப்படி போனாரு லட்சு. சாம்பல் எடுத்துட்டு வந்தாரு. அதுக்கப்புறம் கதவை சாத்தி அப்படியே உட்கார்ந்தாரு. ஒண்ணுமே பேசல. அந்த பேசாதிருந்தேன். அது எதனால பேசாம இருந்தானல்ல எனக்கு தெரியாது. ஆனா யார்கிட்டே பேசல. அதுக்கப்புறம் எல்லாரும் போய் இப்படி கதவை ஓபன் பண்ணி பார்த்தப்போ பிசாசு பிசாசு சொல்லி இவர் ஓடிட்டு அப்படியே ஓடினாரு. ആ ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങളുണ്ട്. അവനോന്റെ കാര്യം നോക്കിയിരുന്ന അവനോന് തന്നെ കൊള്ളാം. நானும் கிச்சன்ல போட்டோம். ഇത് കൊണ്ടൊക്കെ എന്നെ ചൂട് പോയി. വേണ്ടമാ. എന്നാ പിന്നെ ഞാനും പറഞ്ഞു കഴിക്കാൻ വല്ലതും ഉണ്ടോ? ചേച്ചി ഞാൻ അങ്ങോട്ട് പോട്ടെ. എവിടെ പോണു? അങ്ങോട്ട്. കുറച്ചേരം ഇവിടെ ഇരുന്നിട്ട് പോയാൽ മതി. എന്നാ ഓക്കേ. അവിടെ ഇരിക്കണേ. എന്തോ ചേട്ടൻ ആ എന്താ ചേച്ചി? ഒന്നുമില്ല.